ഈ ഒരു പോക്കിൻ്റെ പ്ലാനിങ് കുറച്ചധികം നാളുകളായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ലാസ്റ്റ് ഘട്ടം വന്നെത്തിയത് ഇന്നാണ്. പക്ഷെ ഞങ്ങളുടെ പ്ലാനിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, ഇനി ഞങ്ങൾ തിരഞ്ഞെടുത്ത ആ ദിവസത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഇറങ്ങിയപ്പോൾ മുതലേ പൊരിഞ്ഞ മഴയായിരുന്നു. അന്ന് ഡേ ഫുൾ മഴത്ത് നനഞ്ഞെടുക്കായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഫുള്ള് ചേഞ്ച് വരുത്തിയത് ഓരോന്നിനും ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ മുതലാണ്. നമ്മുടെ കോഴിക്കോട് ഇഷ്ടംമാരി മാളുള്ളതുകൊണ്ട് ഏത് മാളിലേക്ക് പോകണമെന്ന് മാത്രം കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ എങ്ങനെ പോകണം എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ഇവർക്കൊക്കെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു സ്റ്റോറി തന്നെ പറയാനുണ്ട്. അതിന് മുന്നേ ഒരാളെ കാണാൻ അങ്ങനെ ഇതാണ് നമ്മുടെ ചെസ് നമ്പർ 1. പഠിക്കാനായിട്ട് മാത്രമുള്ളൊരു ജന്മം എന്നറിയില്ല, അതാണ് ഇവള്. ചെസ് നമ്പർ 2 and 3 ചിലവരുണ്ടാവില്ലേ എന്തായാലും വന്ന് ചേർന്ന് ഇനി കുറച്ച് പഠിക്കാമെന്ന് വിചാരിക്കുന്ന അതിൽ പെട്ടതാണ് ഇവർ. പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം പഠിക്കുന്നവർ. കഴിച്ചതാണെങ്കിൽ നല്ലതിന്റെ ഞാൻ വയറൊന്നാക്കി കളഞ്ഞു. ഇവിടെ പ്ലേറ്റ് കഴിഞ്ഞ് എന്റെ പ്ലേറ്റ് കഴിഞ്ഞ് ഓളെ പ്ലേറ്റിൽ കഴിഞ്ഞ് ആർക്ക് വേണ്ടത് എന്താണേക്കോ ആ കോഴിക്കാലൊന്ന് കടിച്ചലിച്ചാ. ഈ പോകുന്ന രണ്ടെണ്ണത്തിൽ ഈ കാണുന്ന ആ കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടി അതാണ് ആതിര. അതിനെ പറയാ അല്ല ഓക്കെ ഇനി ഒരു ഡ്രസ്സ് ഇടാണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഗൂഗിൾ എത്തും ഒരു മാളിലേക്ക് കയറണം. ഇവർ പോണെന്ന് കണ്ടെങ്കിൽ ഇവരെന്തോ സംഭവം അറിഞ്ഞിട്ട് പോകുന്നത് ഇവർക്ക് ഒന്നും അറിയില്ല. നമ്മൾ ബാക്കിലുള്ള ധൈര്യമാണ് ഇവർക്കൊക്കെ ഉള്ളത്. പിന്നെ മഴത്തിന് ശേഷമുള്ള കുറച്ച് ക്യൂട്ട്നെസ് വിതറലാണ് ഇത്. പിന്നെ എല്ലാ ഷോപ്പിലും കയറിയിട്ട് അവിടെയുള്ള ഡ്രസ്സിൻ്റെ ഒക്കെ പ്രൈസ് ടാഗ് നോക്കിയിട്ട് കുറ്റം പറയുന്നതിൽ പെട്ടതാണ് ഈ 4 എണ്ണം. അറിയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പ്രൈസ് ടാഗ് കാണുമ്പോൾ നമുക്ക് ആ ഡ്രസ്സിൻ്റെ ഒരു വെറുപ്പ് അങ്ങോട്ട് വന്നോളൂ. ഒരുത്തിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ എല്ലാവർക്കും കിട്ടി, ഓക്ക് മാത്രം കിട്ടിയില്ല. ഇന്നത്തെ ഡേയിൽ ഒരു 15 സമയം കൊണ്ടുപോയിട്ടത് ഇവളല്ല, ഇവളും അല്ല, മറ്റവളാണ്. മറ്റവൾ കാല് പോയി ഇരിക്കുകയാണ് ഗൈസ്. ഇതിട്ടൊന്നും എടുക്കൂല്ല. ഇത് 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 എന്ന് പറഞ്ഞിട്ട് വരും. കൊണ്ടേ ശിബിയേ അങ്ങനെ വെറുത്തിട്ടാണോ മടുത്തിട്ടാണോ എന്നറിയില്ല അവളൊരു ഡ്രസ്സ് എടുത്ത്. മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ആതിരക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ആതിരക്ക് കിട്ടുന്നതിൻ്റെ മുന്നേ ബാക്കി എല്ലാവർക്കും 2ഉം 3ഉം ഡ്രസ്സും ചെരുപ്പും വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റാണ് ഇവക്ക് കിട്ടിയത്. എന്നാലും കിട്ടിയല്ലോ ഹയർ, അതിൽ തന്നെ നമുക്ക് സമാധാനിക്കാം. ഇതിനിടയിലൊക്കെ ഒരുപാട് കോമഡീസ് നടന്നിട്ടുണ്ട്. പക്ഷെ മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ എടുക്കാൻ പറ്റിയില്ല. പിന്നെ മാളിലെത്തിയപ്പോഴാണ് ഞാൻ അധികം ഷൂട്ടൊക്കെ ചെയ്തത്. പിന്നെ മുന്നത്തെ ആ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ കൈയിട്ട് മാന്തുന്ന സ്വഭാവം ഇപ്പോഴും ഒന്നിൻ്റെയൊന്നും മാറിയിട്ടില്ല. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഐസ്ക്രീം പിടിച്ചിട്ടുള്ള കുറ്റവാളിയാണത്. പിന്നെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ പിരിയുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ കുറച്ച് ബസ്മൊക്കെ ആയെങ്കിലും പിന്നെ ഇവർ നേരം വൈകിയാൽ വീട്ടിൽ കയറ്റില്ല എന്നുള്ള അവസ്ഥ ആയതുകൊണ്ട് വേഗം ഓരോ വീട്ടിലേക്ക് പറഞ്ഞേച്ച്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസോ വ്ളോഗ്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.